ബോളിവുഡിൽ നിന്ന് ആദിത്യ ധർ സംവിധാനം ചെയ്ത രൺവീർ സിംഗ് നായകനായ ദുരന്തർ ദ റിവെഞ്ച്. മലയാളത്തിൽ നിന്നും ആട് ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമായെത്തിയ ആട് 3. ഈ രണ്ട് ചിത്രങ്ങളുമാണ് ഇപ്പോൾ സിനിമാ ആസ്വാദകർക്കിടയിലെ സംസാര വിഷയം. ആദ്യ ദിവസത്തെ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ രണ്ടു ചിത്രങ്ങൾക്കും നല്ല പ്രതികരണം എന്നാണ് മനസ്സിലാകുന്നത്. ദുരന്തർ 2 പെയ്ഡ് പ്രിവ്യൂ ഷോകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബുധനാഴ്ച മുതൽ റിവ്യൂസ് എത്തിയിരുന്നു. 3 മണിക്കൂർ 49 മിനിറ്റുള്ള സിനിമയിൽ മേക്കിങ്ങിനും രൺവീറിന്റെ പ്രകടനത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട്. 4 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രമായിട്ട് കൂടി ലാഗ് അടിപ്പിക്കാതെ കണ്ടിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്നത് ചെറിയ കാര്യമല്ല എന്നതും ശ്രദ്ധേയമാണ്. ഡിസംബറിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗത്തിന് ലഭിച്ച വൻ സ്വീകാര്യത രണ്ടാം ഭാഗവും നിലനിർത്തുമെന്ന പ്രതീക്ഷ റിലീസിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. പെയ്ഡ് പ്രിവ്യൂ ഷോകളുടെ ടിക്കറ്റുകൾക്ക് ഉൾപ്പെടെ ലഭിച്ച വൻ ഡിമാൻഡ് അതിനുള്ള തെളിവായിരുന്നു. ദുരന്തർ ദ റിവെഞ്ച് ഇറങ്ങി ആദ്യ ദിവസത്തെ പ്രതികരണം കൂടി പോസിറ്റീവായി എത്തുമ്പോൾ ആദ്യ ഭാഗത്തിന് ലഭിച്ച 1300 കോടിയിലൊന്നും ചിലപ്പോൾ ഒതുങ്ങില്ല എന്ന് തന്നെയാണ് സംസാരം. ഇനി നമ്മുടെ സ്വന്തം ഷാജി പാപ്പനിലേക്കും ടീമിലേക്കും വരാം. മിഥുൻ മാനുവൽ തോമസ് രചിച്ച് സംവിധാനം ചെയ്യുന്ന ആട് 3 പാർട്ട് 1. പാപ്പനെയും പിള്ളാരെയും അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആട് 3ക്ക് റിലീസിന് മുൻപ് തന്നെ ലഭിച്ച വൻ ഹൈപ്പ് ചിത്രത്തിന്റെ അഭിപ്രായത്തെ ബാധിക്കുമോ എന്ന സംശയത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങൾ എത്തിയത്. മറ്റ് 2 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കാലഘട്ടങ്ങളിൽ കഥ പറയുന്ന ഒരു ഫാന്റസി ലെവൽ കൂടി ഈ ഭാഗത്തിനുണ്ട്. സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 47 മിനിറ്റാണ്. ആടെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി പടർത്തുന്ന ഒരു വൈബുണ്ട്. അതിനൊട്ടും കോട്ടം തട്ടാതെ എന്നാൽ കൂടുതൽ സ്പേസ് നൽകി ഫാന്റസിയുടെ മേമ്പടിയോടെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. പാർട്ട് 2വിനുള്ള ചരട് കൂടി കോർത്തു തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ പരീക്ഷാകാലമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആരംഭിക്കാറായ സാഹചര്യത്തിൽ ആട് 3 ഒരു നല്ല ചോയ്സ് ആണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഇതിലേത് സിനിമ നിങ്ങൾ ആദ്യം കാണും?